ഹലോ, ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു അവക്കാഡോ സാൻഡ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു അവക്കാഡോയുടെ ഹാഫ് പോർഷനാണ് ഞാനിവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനെ നല്ല പോലെ ഒന്ന് മാഷ് ചെയ്യുക. ഒരു ഫോർക്കൊക്കെ വെച്ചിട്ട് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ മാഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഒരു ഒനിയനാണ് ചേർക്കുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് ടൊമാറ്റോയും കൂടെയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസും ഒരു 1/4 ടീസ്പൂൺ സോൾട്ടും കൂടെയും ചേർത്തിട്ട് നല്ലപോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു മുട്ടയാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 2 മുട്ട ബീറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ബുൾസൈ ആയിട്ടും യൂസ് ചെയ്യാം. ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിതിൽ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എഗ്ഗ് മിക്സ്ചർ ഫുൾ ഒഴിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ചില്ലി ഫ്ലേക്സും കൂടെയും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഓംലെറ്റ് റെഡി ആയതിനു ശേഷം നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനി അതേ സെയിം പാനിൽ തന്നെ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് ബ്രൗൺ ബ്രെഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, വീറ്റ് ബ്രെഡ്. അത് നമുക്ക് 2 സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ അസംബിൾ ചെയ്യാം. ഫസ്റ്റ് ഒരു സ്ലൈസ് ബ്രെഡ് എടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അവക്കാഡോയുടെ മിക്സ്ചർ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പീസ് എഗ്ഗ് വെക്കുക. അതിൻ്റെ മേലെ ഒരു ലെറ്റ്യൂസും കൂടെയും വെച്ചിട്ട് നമുക്ക് വീറ്റ് ബ്രെഡും കൂടെയും വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ സാൻഡ്വിച്ച് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഡയറ്റ് ചെയ്യുന്നവർക്കും അതേപോലെ സ്കൂളും ഓഫീസും ഒക്കെ ആയിട്ട് തിരക്ക് പിടിച്ച് ഫുഡ് ഉണ്ടാക്കുന്നവർക്കൊക്കെ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണിത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണിത്.